ഞാൻ പരമേശനു സദതം പാടും ഞാൻ പരമേശനു സദതം എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സദതം അത്രയുമല്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തി പൂണ്ടു കാത്തിരുന്ന കാലമതിങ്കൽ അത്രയുമല്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തി പൂണ്ടു കാത്തിരുന്ന കാലമതിങ്കൽ ആർത്തിയെ തീർത്തവനെ ഞാൻ ആർത്തു ഘോഷിച്ചിടുവാനും ആർത്തിയെ തീർത്തവനെ ഞാൻ ആർത്തു ഘോഷിച്ചിടുവാനും ആർത്തി അറിഞ്ഞവൻ തന്റെ വാർത്ത എനിക്ക് പാടും ഞാൻ പരമേശനു സദതം എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സദതം പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രമാവൻ കൂടെ സ്ഥാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രമാവൻ കൂടെ സ്ഥാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മഹത്വമായി ജീവിച്ചിടാൻ മഹിമയിൽ കാവിയാലെ പാടും ഞാൻ പരമേശനു സദതം എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സദതം ആർക്കുമേവാൻ സാധ്യമല്ല ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുന്നാർത്തിയോടെ കാത്തിരുന്നു ഞാൻ ആർക്കുമേവാൻ സാധ്യമല്ല ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുന്നാർത്തിയോടെ കാത്തിരുന്നു ഞാൻ പാർത്ഥിവനൻ ദുരിതങ്ങൾ ഓർത്തവനൻ പ്രാർത്ഥനകൾ പാർത്തവനൻ ദുരിതങ്ങൾ ഓർത്തവൻ പ്രാർത്ഥനകൾ തീർത്തവനൻ ദുരിതങ്ങൾ അഗ്രത്തിനാവിയാലെ പാടും ഞാൻ പരമേശനു പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സദതം ദൂതർക്കും കൂടവകാശം ലഭ്യമാകാതുള്ള രക്ഷാദൂതീച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക് ആമേൻ ദൂതർക്കും കൂടവകാശം ലഭ്യമാകാതുള്ള രക്ഷാദൂതീച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക് ദൂതഗണം കാവലായി ആയുസ്സിന്റെ ഒരു ദിവസം കൂടെ ദാനമായി നൽകിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും ഒരു തിങ്കളാഴ്ച കൂടെ കടന്നു വരുവാൻ മഹാദൈവം നമുക്കൊരവസരം ഒരുക്കിയല്ലോ. ആ അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അല്പനിമിഷം ചിന്തയ്ക്കായി യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും നമ്മൾ ചിന്തിക്കുമ്പോൾ 19-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നതില്ല, നിനക്ക് നിത്യ പ്രകാശം നിന്റെ ദൈവം നിന്റെ തേജസ്സും ആകുന്നു. 19-ാം വാക്യം പറയുന്നത്, ആമേൻ, പ്രവാചകൻ അതിൻ്റെ ആ വാക്യത്തിൻ്റെ അകത്ത് നമ്മൾ വായിച്ച് അതിനെ ധ്യാനിക്കുമ്പോൾ കാണുന്നത്, ആമേൻ, ആ പുറപ്പാട് പുസ്തകത്തിൽ ജനത്തെ നടത്തിയതുപോലെ മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും നടത്തിയതുപോലെ അങ്ങനെ ഒരു നാൾ വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മേഘസ്തംഭം, അഗ്നിസ്തംഭം, ഇതേപോലെയുള്ള ഒരു നാൾ വലിയ വിദൂരമല്ല. അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും സ്വർഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ദൈവജനം ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പഴയ നിയമത്തിൽ എങ്ങനെയാണോ തൻ്റെ ജനത്തെ ദൈവം നടത്തിയത് അതുപോലെ അതിനേക്കാൾ ശക്തമായി നടത്താൻ ഉള്ള ക്രമീകരണങ്ങൾ മേഘമണ്ഡലങ്ങളിൽ, ദൂതൻ മണ്ഡലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം വചനത്തിൻ്റെ നിവർത്തീകരണത്തിനായി. നോക്കൂ, ഇനി നിലാവട്ടവും ആമേൻ ചന്ദ്രനും സൂര്യനും ഒക്കെ അതിൻ്റെതായ നിലയിൽ അവസാനിക്കേണ്ട നാളുകളായെന്ന് ഇവിടെ പ്രവാചകൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പറയുന്നത്, യഹോവ നിനക്ക് എന്ത് ചെയ്യും? നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമായി ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ദൈവം തന്നെ എന്താണ്? അവർ വെളിച്ചമായിരിക്കും. 2 എന്താണ്? ആമേൻ, ആ ദൈവം തന്നെ നിനക്ക് എന്തായിരിക്കും?
തേജസ് ആയിരിക്കും. അപ്പൊ ദൈവം തന്നെ തന്റെ ജനത്തിനെ നടത്തുമെന്ന. ആമേൻ, ഹല്ലേലൂയ. ദൈവം നടത്തും ജനത്തെ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവം ജനത്തെ നടത്താൻ തുടങ്ങുമ്പോൾ അതിനകത്ത് ഒരു വലിയ ദൗത്യം കൂടെ ജനത്തിന് ദൈവം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന, നയിക്കപ്പെടുന്ന ഒരു രാജ്യത്തിലേക്ക് ആമേൻ കൊണ്ടെത്തിക്കാൻ കാലം അതിദൂരമില്ല. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകങ്ങൾ വിളിച്ചു പറയുന്നു, ജ്ഞാനികൾ വിളിച്ചു പറയുന്നു, ശാസ്ത്രജ്ഞന്മാർ വിളിച്ചു പറയുന്നു, ഇനി വലിയ ദൂരമൊന്നും ഈ ഭൂമിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ആമേൻ കാലഗതികൾ അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ അവസാനം അടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, ഇനി ഞാൻ ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിക്കത്തില്ല, തീ കൊണ്ടായിരിക്കും. അതുപോലെ എല്ലാ സംവിധാനവും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെല്ലാം കറണ്ടിൽ ആമേൻ വന്നു തുടങ്ങി. ആമേൻ, ഈ പെട്രോളും ഡീസലെല്ലാം തീരും. ഇനിയെല്ലാം കറണ്ടിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ട് ചാരമാകുന്ന തലത്തിലാ എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ ബുദ്ധിക്ക് അകത്ത് ദൈവം നൽകി. ആമേൻ, ആ സംവിധാനങ്ങൾ പുറത്തിറങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, വൈദ്യുതി എല്ലാം ഇനി നിൽക്കും. ഇനിയെല്ലാം സൂര്യനിൽ നിന്നായിരിക്കും എന്താ ചെയ്യുന്നത്? ആമേൻ, കറണ്ട് എടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കറണ്ട് ഇല്ല എന്നാരും പറയത്തില്ല. സൂര്യനുള്ളിടത്തോളം കറണ്ടും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുപോലെ എല്ലാ മനുഷ്യരെയും ഒരു കുടക്കീഴി കൊണ്ടുവരാൻ പ്രവാചകന്റെ വാക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ സോളാറുകൾ വനാന്തരങ്ങളിൽ വരെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഓരോ വീട്ടിനകത്തും ഓരോ തിയേറ്ററിനകത്തും ആമേൻ ഓരോ ഷോപ്പിംഗ് മാളിനകത്തും എല്ലാ തലത്തിലും വരെ എന്താണ് കറണ്ട് ആമേൻ ഫില്ലാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ഈ ഭൂമിക്ക് വലിയ ആയുസ്സൊന്നും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അതാ ഇവിടെ ഒന്നാമത്തെ വാക്യം പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഇനി ഇരിക്കേണ്ട സമയമല്ല. ദൈവമക്കൾ എഴുന്നേൽക്കണം. ആമേൻ, ഒരു യാത്രയ്ക്കായി എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവമക്കൾ ഈ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കാതെ ഇരുന്നാൽ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ പ്രവൃത്തി അതേപോലെ വെളിപ്പെടുവാൻ അല്പകാലതാമസമെടുക്കും. അതുകൊണ്ട് എല്ലാ തലത്തിൽ കൂടെയും ജനത്തെ ഈ അഗ്നിക്കകത്ത് കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാ പറഞ്ഞ, ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, ഈ സൂര്യൻ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. സൂര്യൻ വെളിച്ചം തരാതെ വരും. സകലതും അന്ധകാരമാകുന്നൊരു സമയം വരും. അപ്പോഴാണ് ആമേൻ സ്തോത്രം, പകലും രാത്രിയും തിരിച്ചറിയാൻ കഴിയാത്ത തലത്തിൽ കൂടെ ജനത്തെ കടത്തിവിടും. ആമേൻ. ദൈവജനമേ, ശക്തമായി പ്രാർത്ഥിക്കേണ്ട ദിനങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. ഈ തിങ്കളാഴ്ച പരിശുദ്ധാത്മാവ് ശക്തമായി ആരോടൊക്കെയോ ദൂത് പറയുന്നു. ഇതുപോലെ പ്രാർത്ഥിച്ചാൽ പോരാ. സഭയ്ക്കു വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി ആമേൻ ശുശ്രൂഷ മേഖലകളിൽ വെളിപ്പെടും. അതിൻ്റെതായ നിലയിൽ കർത്താവ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ദൈവം കാര്യങ്ങൾ ഭംഗിയായി ചെയ്യും. നോക്കൂ, ഇതിനകത്ത് വിളിച്ചു പറയുന്നത് പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ 19-ാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, സെക്കറിയ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, സെക്കറിയാവിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, സെക്കറിയാവിൽ കൂടെയൊക്കെ ദൈവം വളരെ ശക്തമായി ഇടപെടുന്നുണ്ട്. സെക്കറിയ പ്രവാചകൻ വളരെ ശക്തമായി ആമേൻ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ചില അരുളപ്പാടുകൾ ആമേൻ താൻ ഇങ്ങനെ അറിയിക്കുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. 14-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, 14-ാമത്തെ അധ്യായം അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ ദൈവജനം വായിക്കണം. അന്നാളിൽ വെളിച്ചമുണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വെളിച്ചമുണ്ടാകുകയില്ല. നോക്കിക്കേ, 7-ാമത്തെ വാക്യം, യഹോവ മാത്രം ആമേൻ യഹോവയെ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. അത് പകലല്ലല്ലോ, രാത്രിയുമല്ല. ആമേൻ. സന്ധ്യാസമയത്തത്രേ വെളിച്ചമാകും. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സകലതും നിൽക്കേണ്ട സമയമായി. ഈ ഭൂമിയുടെ കറക്കം എപ്പോഴാണോ
നിൽക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഭൂമി ചലിച്ചില്ലെങ്കിൽ സകലതും, ഈ പ്രപഞ്ചം മുഴുവനും തകർന്നു പോകും. ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ ഒരു പച്ച പോലും കാണത്തില്ല. സകലതും തീർന്നു പോകുന്ന, അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്ന തലത്തിൽ കൂടെയൊക്കെ ആമേൻ അതിൻ്റെതായ നിലയിൽ വചനത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പെടുകയാ ദൈവപൈതലേ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, അന്നാളിൽ വെളിച്ചമുണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വരവ് ഏറ്റവും വാതിക്കലായി കേട്ടോ. ദൈവജനം ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ആമേൻ. അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലൂമലയിൽ നിൽക്കും. ഒലൂമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പ്രൈസ് ദി ലോർഡ് പത്തി സ്തോത്രം വടക്കോട്ടും മറ്റേ പത്തി തെക്കോട്ടും വാങ്ങിപ്പോകും. അപ്പൊ നോക്കൂ, ഓരോ തലവും പ്രവാചകൻ പറയുന്നു വെളിപ്പെട്ട് വരാൻ പോകുക. കർത്താവ് പുറപ്പെടുന്നു യുദ്ധ ദിവസത്തിലെന്ന പോലെ. സ്തോത്രം. സകലതും ഒരുക്കി വച്ച് നിൽക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം ഈ ദിവസങ്ങളിൽ വരാൻ പോകുക. ദൈവജനം ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളായി. ഈ പ്രഭാതത്തിൽ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞെ, അപ്പോൾ തന്നെ ഇവിടെ വചനം പറയുന്നത്, ഇനി പകൽ നേരത്ത് സ്തോത്രം നിന്റെ വെളിച്ചം സൂര്യനല്ല, എന്നാൽ 20-ാം വാക്യം പറയുന്നത്, നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. നീ ദുഃഖിച്ചിരിക്കുന്ന ഭാരപ്പെടുന്ന വിഷയം അവസാനിക്കുന്ന നാഴിക വിദൂരമല്ല. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പകലിനായ സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം, ജനത്തെ മാനിക്കണം, ക്രൂശിന്റെ മറവിൽ മറയ്ക്കണം, അത്ഭുതം ചെയ്യണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.